അസ്സലാമു അലൈക്കും. ലെമണിനേക്കാളും ഓറഞ്ചിനേക്കാളും ഇരട്ടിയായിട്ട് വൈറ്റമിൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ട്സ് ആണ് കിവി. ഈ കിവി വെച്ചാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ ടേസ്റ്റിയായും സിമ്പിളായും ഉണ്ടാക്കാൻ പറ്റുന്ന കിവി ഐസ്ക്രീമാണ് ഇന്നത്തെ നമ്മുടെ താരം. അതിനായിട്ട് ഞാനിവിടെ 3 കിവിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത പേസ്റ്റ് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. കിവി ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായി സ്റ്റിഫ് ആവരുത്. ഇത്രയും മതി. ഇനി ഇതിലേക്കായിട്ട് നേരത്തെ അരച്ചു മാറ്റി വെച്ച കിവിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഇത് ഇത്രയൊക്കെ ഒഴിച്ചിട്ടും ഇതിനൊരു കളറ് കാണുന്നില്ല. അത് കാരണം ഞാൻ ഇതിലേക്ക് ഒരു പച്ച പിസ്താച്ചിയോന്റെ ഒരു എസൻസ് ഉണ്ടല്ലോ, അത് ഒരു 3-4 ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കാണ്. ഇതൊഴിച്ചു കൊടുത്തിട്ടും ബീറ്റ് ചെയ്തപ്പോഴും ഇതില് വല്ലാതെ കളറൊന്നുമില്ല കേട്ടോ. ഇത് മതി. ഈ കിവി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തപ്പോഴേക്കും ഇത് വല്ലാതെ അങ്ങ് കട്ടിയായി കേട്ടോ. അരച്ചു വെച്ചത് മുഴുവനായിട്ടും ഞാൻ ആദ്യമേ ചേർത്തിട്ടില്ല. 2 തവണകളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതില് 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 കിവി മതി. അതാണ് ഇതിന്റെ കണക്ക് കേട്ടോ. കാരണം സാധാരണ ഫ്രൂട്ട്സ് പോലെയല്ല, കിവി ചേർക്കുമ്പോൾ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ കിവി കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 കിവി ചേർക്കുക. അല്ലെങ്കിൽ 3 എണ്ണം ചേർക്കുന്നുണ്ടെങ്കിൽ 2-3 ചേർക്കുന്നുണ്ട് എങ്കിൽ അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ശേഷം ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഐസ്ക്രീം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഫ്രിഡ്ജ് ഫുള്ളിലായിരിക്കണം. കുറഞ്ഞ സ്പീഡിലാണെങ്കിൽ ഐസ്ക്രീം തണുത്ത് കട്ടിയായി വരൂല. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിവി ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞു. പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഐസ്ക്രീമിന്റെ ടേസ്റ്റും രുചിയോട് കൂടിയിട്ടും നമുക്കും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ, ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.